ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ ഒരു ദിവസത്തെ, അതായത് രാവിലെ മക്കളെ സ്കൂളിലേക്ക് വിടുന്നത് വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ, കമൻ്റ് ഇടണേ. രാവിലെ തന്നെ നമുക്കൊരു ചായയിൽ നിന്നും തുടങ്ങാം കേട്ടോ. ഒരു പോസിറ്റീവ് ആയിരിക്കട്ടെ. അപ്പോൾ എന്താണ്, രാവിലെ തന്നെ ഉച്ചത്തേക്കുള്ള ചോറ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അരി കഴുകി നമുക്ക് ഇടാം കേട്ടോ. വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിള്ളേർക്ക് സ്കൂളിലേക്കുള്ള ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കൂട്ടും നമുക്ക് എന്താണ് റൈസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ചായയും കൂടെ കുടിക്കുന്നുണ്ട് കേട്ടോ. ചായ കുടി കൂടെ നടക്കുന്നുണ്ട്. ചോറ് വയ്ക്കാൻ വേണ്ടി കുക്കറിൽ നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിലോട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ഇടണം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെന്താണിതാ, ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി വഴണ്ടതിന് ശേഷം ആ റൈസ് ഞാൻ നേരത്തെ തന്നെ കഴുകി വെള്ളം തോരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിനാവശ്യമായ ഉപ്പും ചേർത്ത്, പിന്നെ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബിരിയാണിയുടെ ഒരു എസൻസ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും പിള്ളേർക്കുള്ള റൈസും നമുക്ക് ഉച്ചത്തേക്ക് കഴിക്കാനുള്ള ചോറും ഒക്കെ റെഡി ആവുകയാണ് കേട്ടോ. അതിലേക്ക് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമുക്ക് റൈസ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കുക്കർ ഒന്ന് അടച്ച് വെക്കാം. ഒരു 3 വിസിൽ, കറക്റ്റ് 3 വിസിലാണ് കേട്ടോ. ഇത് വേകാൻ വേണ്ടിയിട്ട് റെഡി ആവണുണ്ട്. അതിനുശേഷം നമുക്ക് എന്താണ്, പിള്ളേർക്ക് രാവിലെ ബ്രെഡ് മതിയെന്ന് പറഞ്ഞു കേട്ടോ. ബ്രെഡ് ഓംലേറ്റ് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതും റെഡിയാക്കാം. കണ്ടോ, അതും കൂടെ റെഡിയാക്കാം. അതാകുമ്പോൾ എളുപ്പ പണിയാണ്. പിള്ളേർക്കത് മതിയെന്നും പറഞ്ഞ് അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി കേട്ടോ. റൈസ് റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്ക് ലഞ്ച് ബോക്സിലോട്ട് മാറ്റി കൊടുക്കാം. 2 പേർക്കും മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ അച്ചാർ മതിയെന്ന് പറഞ്ഞു. ഇതിനാകുമ്പോൾ വേറെ കറികളൊന്നും വേണ്ടല്ലോ, അച്ചാർ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കുള്ള ബോക്സും റെഡിയാക്കിയേ. രണ്ട് പേർക്കുള്ള ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അത് റെഡിയായി. അതിനെ വാർത്തിട്ടു. പെട്ടെന്ന് തന്നെ പിള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാണ് കേട്ടോ. ഇത് പോകുന്നതിനിടയ്ക്കുള്ള കാഴ്ചയാണേ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. കുറച്ച് നേരം ഞങ്ങളവിടെ നോക്കി നിന്നു കേട്ടോ. പോയ വഴി കണ്ട കാഴ്ചയാണ്.